ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പണക്കാരനാണ് മുകേഷ് അംബാനി. മുകേഷ് അംബാനിയുടെ ഭാര്യയുടെ പേരാണ് നീത അംബാനി. അവരെക്കുറിച്ച് പറയുന്നത് ഒരിക്കൽ ധരിച്ച ചെരുപ്പ് പിന്നെ ധരിക്കാറില്ല. $2000 ഒരു ചെരുപ്പിൻ്റെ വില. അപ്പോൾ അവരുടെ പ്രതാപവും മഹത്വവും പണവുമാണ് ആ ഒരു സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വർഷം 50,000 ലക്ഷം കോടിയിലധികം വരുമാനമുള്ള ഒരു കുടുംബമാണ് മുകേഷ് അംബാനിയുടെ കുടുംബം. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെ ഉടമസ്ഥനാണ് അദ്ദേഹം. ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വീട് അൻറ്റീലിയ അവരുടെയാണ്. 5 നക്ഷത്ര ഹോട്ടൽ സൗകര്യത്തോടുകൂടിയിട്ടുള്ള ഒരു കെട്ടിട സമുച്ചയമാണ് അത്. ആർഭാടത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അതിനുള്ളിലുണ്ട്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലും ശതകോടികളുടെ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി മുകേഷ് അംബാനിയുടെ കുടുംബത്തിന് ഉണ്ട്. അവരെ സംബന്ധിച്ച് ഒരു ചെരുപ്പ് ഒരിക്കലിട്ടിട്ട് പിന്നെ കളയുക എന്ന് പറഞ്ഞിരിക്കുന്നത് ആനക്കാര്യത്തിനിടയിൽ ഒരു ചേനക്കാര്യം മാത്രമേ ഉള്ളൂ. ഒരു കറിവേപ്പിലയുടെ ഒരു വിഷയമേ ഉള്ളൂ. കാരണം അവർ സമ്പാദിക്കുന്ന പൈസ മറ്റൊരാൾക്ക് വെറുതെ കൊടുക്കാൻ കഴിയില്ലല്ലോ, അത് തിന്നാനും കഴിയില്ല. അതുകൊണ്ട് അത് ഈ ലോകത്തിൽ ചിലവഴിക്കാനേ കഴിയുള്ളൂ. അത് അവരുടെ മാത്രം കുറ്റമല്ല, ലോകത്തിലുള്ള എല്ലാ പണക്കാരും അപ്രകാരമാണ്. അവരൊരുപാട് പൈസ സമ്പാദിക്കുന്നു, ദൂർത്തടിക്കുന്നു. ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞിരിക്കുന്ന സുഖവാസ കേന്ദ്രങ്ങൾ, പാനവും മനോപചാര കേന്ദ്രങ്ങൾ, മദ്യപാനശാലകൾ, വേശ്യാലയങ്ങൾ, ചൂതാട്ട കേന്ദ്രങ്ങൾ, ഇതെല്ലാം ലോകത്തിൽ നിയന്ത്രിക്കുന്നത് പണക്കാരും പ്രമാണിമാരും ആണല്ലോ. അപ്പോൾ അവർക്ക് അതുപോലെ പണമുണ്ട്. അത് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുകയല്ല, അവർ ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അവർക്ക് ചിലവാകാനാണല്ലോ അവർ ഇത്രയും പണം സമ്പാദിക്കുന്നത്. അപ്പോൾ ചെരുപ്പ് ഒരിക്കലിട്ടിട്ട് പിന്നെ ഇടാതിരുന്നു കഴിഞ്ഞാൽ അവർക്കത് വിഷയമല്ല. അവർക്ക് പിന്നെ വേറെ ആയിരക്കണക്കിന് ജോഡി ചെരുപ്പുകൾ വേറെ കിടക്കുന്നുണ്ട്. അവരിട്ട ചെരുപ്പാണെന്ന് പറഞ്ഞിട്ട് അതിനെ ഉപയോഗിക്കാൻ ഒരുപാട് ആളുകൾ ബോംബെ നഗരത്തിൽ തന്നെ തയ്യാറാണ്. കാരണം ആ ചെരുപ്പ് ഒരു പ്രശസ്തയായിട്ടുള്ള ഒരു വ്യക്തിയുടെ ചെരുപ്പാണല്ലോ, നീത അംബാനിയുടെ ചെരുപ്പാണല്ലോ. അപ്പോൾ ഇതിനൊക്കെ രാജയോഗം വേണം. അപ്പോൾ നീത അംബാനിയുടെ രാജയോഗമാണ് ഇത്.